വീട്ടിലുള്ള രോഗികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അവർ തട്ടിത്തടഞ്ഞ് വീഴുക, അല്ലെങ്കിൽ സ്ലിപ്പായി വീഴുക, മറിഞ്ഞ് വീഴുക. ഇങ്ങനെയുള്ള വീഴ്ചകൾ തടയാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. വീട്ടിലുള്ള രോഗികൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അവർ നടക്കുന്ന ഭാഗങ്ങളിൽ അലക്ഷ്യമായി സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ഒതുക്കി വെക്കുക, തട്ടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ചെയ്യേണ്ടത് അവർ ബാത്റൂമിലേക്ക് പോകുന്ന ഇടനാഴികളിലും ബാത്റൂമിലൊക്കെ ബാറുകൾ അവർക്ക് പിടിച്ചു പോകാനുള്ള സൈഡുകളിൽ ബാറുകൾ പിടിപ്പിക്കുന്നതായിരിക്കും. ആ ബാറുകളിൽ പിടിച്ച് അവർക്ക് വീഴാതെ ബാത്റൂമിലേക്ക് എത്തിച്ചേരാൻ. പിന്നീട് ഇവർ സഞ്ചരിക്കുന്ന അവരുടെ റൂമിലും ബാത്റൂമിലേക്ക് പോകുന്ന വഴികളിലും അല്ലെങ്കിൽ ഇടനാഴികളിലെല്ലാം നല്ല വെളിച്ചം ഉണ്ടായിരിക്കുക എന്നതാണ്. നല്ല വെളിച്ചമുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യത വളരെ കുറയുന്നതാണ്. പാകത്തിന് വീഴാതിരിക്കാൻ പാകത്തിന് സ്ലിപ്പായി പോവാതിരിക്കാൻ പറ്റിയ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക എന്നതാണ് മറ്റൊരു കാര്യം ചെയ്യേണ്ടത്. ചെരുപ്പ് അല്ലെങ്കിൽ സോക്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ പാകത്തിന് അവർക്ക് എപ്പോഴും അങ്ങനെയുള്ള ഫുട്വെയറുകളാണ് അവർക്ക് അറേഞ്ച് ചെയ്യുന്നത്. പിന്നീട് ഒരു കാര്യം കൂടുതലായി അവർക്ക് പിന്നീടുള്ള വീഴ്ച വരുന്നത് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് വീഴാറുണ്ട്. അപ്പൊ അവർക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പതുക്കെ പിടിച്ച് എഴുന്നേക്കാൻ അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. എപ്പോഴും ഒറ്റയടിക്ക് ചാടി എഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ അവർക്ക് അപകടങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെ എഴുന്നേക്കാതെ അവർക്ക് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുന്നേറ്റ് എവിടെയെങ്കിലും പിടിച്ച് ആരെങ്കിലും വന്ന് പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവർക്ക് കൈകൊണ്ട് പിടിച്ച് പിടിച്ച് നിൽക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് ബാലൻസ് വീഴ്ചയിലൂടെയാണ് ഒരുപാട് അപകടങ്ങൾ വീട്ടിലുള്ള രോഗികൾക്ക് കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വീട്ടിലുള്ള രോഗികൾ വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളാണ്. നിർബന്ധമായിട്ട് ഇവർ സഞ്ചരിക്കുന്ന ഏരിയയിൽ നല്ല വെളിച്ചമുണ്ടായിരിക്കണം. സാധനങ്ങൾ അലക്ഷ്യമായി കുട്ടികൾ കളിക്കുന്ന അവരുടെ ടോയ്സോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ മറ്റുള്ളവരുടെ ചെരുപ്പുകളോ ഷൂകളോ അങ്ങനെയുള്ള സാധനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ കൂടുതലും അതിൽ തട്ടിയിട്ടൊക്കെയാണ് കൂടുതലും വീഴ്ചകൾ വരുന്നത്. അല്ലെങ്കിൽ വെള്ളം പോയി കിടക്കുന്നുണ്ടോ അങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ ചവിട്ടി സ്ലിപ്പായി വീഴാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഇവരുടെ വീഴ്ചകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്.